നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ ഔട്ട് ഹൗസിലേക്ക് മാറി താമസിച്ചതിൽ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടല്ലേ? അവൻ ഏത് പാതാളത്തിൽ പോയി താമസിച്ചാലേ എനിക്കെന്താ? അവൻ അവന്റെ വഴി, എനിക്ക് എന്റെ വഴി. പിന്നെ മെത്രാനെയാ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്. എന്റെ ഭർത്താവിനെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവളോട് ചിലക്കാതെ ചെന്നിരുന്ന് ഉറങ്ങാൻ പറ മീനാക്ഷി. എടി, മര്യാദയ്ക്ക് അവിടെ കിടന്നു, ഞങ്ങൾക്ക് ഉറങ്ങണം. വെച്ചിട്ടുണ്ട്. എന്താ കാർത്തിയേട്ടാ ഇത്? എന്താ കാർത്തിയേട്ടാ ഇത്? ഒരലവിലാതി ആ കർട്ടന്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. ആ ചിന്ത വേണം കേട്ടോ. മീനാക്ഷി ഇങ്ങി വന്നേ മീനാക്ഷി. കാർത്തിയേട്ടാ എന്തായി കാണിക്കുന്നേ? എന്തൊരു ശല്യമായത്. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. നാശം. കാർത്തിയേട്ടാ ഒന്ന് മിണ്ടാതിരിക്കും മീന. എന്തായി കാണിക്കുന്നേ? മതി വീട് കാർത്തിയേട്ടാ. അയ്യേ, എന്റെ കുട്ടിമാളും അല്ലേ? അയ്യേ കാർത്തിയേട്ടാ, ഒന്ന് അടങ്ങി കിടക്ക്. ഒന്ന് അടങ്ങി കിടക്കന്റെ കുട്ടിമാളു. ആ മീനാക്ഷി, എന്റെ കാർത്തിയേട്ടാ, നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ. എന്തായി കാണിക്കുന്നേ? കാർത്തിയേട്ടാ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നെങ്കിലും എൻ്റെ അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ശരിയായോ? മനസ്സിനാകെ ഒരു വിഷമം. എന്റെ കുഞ്ഞ് നന്നായി വിഷമിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ശരിയാണ്. അവൻ പറഞ്ഞത് ശരിയാണ്. എന്റെ പൊന്നുമോൻ ആദ്യമായിട്ട് എന്നോട് പിണങ്ങി. എന്റെ സങ്കടം ഞാൻ സഹിച്ചോളാം. പക്ഷേ അവന്റെ സങ്കടം അമ്മയ്ക്ക് മനപ്രയാസമുണ്ട്. അങ്ങോട്ട് കയറി ചെന്നാലോ? അവനിങ്ങോട്ട് നോക്കുന്നുണ്ട്. അവനെ തിരികെ വിളിച്ചാലോ? അല്ല, വേണ്ട. അമ്മ എന്നെ വിളിക്കട്ടെ. ഞാൻ അവന്റെ അമ്മയല്ലേ. അവൻ ഇങ്ങോട്ട് വരട്ടെ. എന്താ വഴിതെറ്റിപ്പോയ മുടിയനായ പുത്രനെ നോക്കി നിൽക്കാണോ? മുടിയനായ പുത്രനോ? ആര്? ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അവൻ മുടിയനായ പുത്രനൊന്നുമല്ല. അല്ല, അവൻ ഔട്ട് ഹൗസിലേക്ക് മാറി താമസിച്ചതിൽ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടല്ലേ? അവൻ ഏത് പാതാളത്തിൽ പോയി താമസിച്ചാലേ എനിക്കെന്താ? അവൻ അവന്റെ വഴി, എനിക്ക് എന്റെ വഴി. പിന്നെ മെത്രാനെയാ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്. ഇന്നെന്തായാലും ഉറക്കവും വരികയില്ല. ജഗദീഷ് ചേട്ടന് എന്താ ഉറക്കം വരുന്നില്ലേ? ആ, ചില രാത്രികളൊക്കെ അങ്ങനെയാ. കാളരാത്രിയായി മാറിപ്പോവും. അത് ശരി. അമ്മ അക്കരെ, മോനിക്കരെ. അക്കരെ ഇക്കരയോ? ഇതിനിടയ്ക്ക് കായലൊന്നും ഇല്ലടി. ഇനി അഥവാ കായലുണ്ടെങ്കിലും അതിന് തിരതല്ലെന്നുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് നീന്തി ചെല്ലും. മനസ്സിലായോടി? പിന്നെന്താ നീന്തി ചെല്ലാത്തത്? ആ, അതിന് അമ്മ വിളിക്കണ്ടേ? വിളിച്ചാലും
ഞാൻ പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നല്ലതാ. ഏതോ ഒരു മണ്ടൻ ജോത്സ്യം പറഞ്ഞെന്നും പറഞ്ഞ് ആ പിള്ളേരെ ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പിന്നെന്തിനാ അമ്മയോട് വൈരാഗ്യമുള്ള ഒരാള് അമ്മ എങ്ങനെ നോക്കി നിൽക്കുന്നേ? ആ എടി, അമ്മ എന്തോ കാണിച്ചാലും ആ നിൽക്കുന്നതേ എന്റെ അമ്മയാണ്. അവരില്ലാത്ത ലോകമൊന്നും എനിക്കില്ല. നിനക്കറിയോ, ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി എന്ന് പറഞ്ഞ എന്റെ അമ്മ സ്നേഹത്തിനൊരു നിറകുടം. നിറകുടം തുളുമ്പില്ല. ഉള്ളിൽ ഒളിപ്പിക്കുന്ന സ്നേഹം അവരൊട്ട് പുറത്ത് കാണിക്കുകയില്ല. നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തന്നതിന് ശേഷമാണ് എന്റെ അമ്മ എന്നെ നോക്കാത്തതും എനിക്ക് ചോറ് വിളമ്പി തരാത്തതും. കോളേജിൽ പഠിക്കുന്ന കാലം വരെ എനിക്ക് അമ്മ ചോറ് വാരിത്തരുമായിരുന്നു. ഞാനും വലിയേട്ടനൊക്കെ വരുന്നത് ഏത് പാതിരാത്രിക്കാണെങ്കിലും അമ്മ നോക്കി അങ്ങനെ കാത്തിരിക്കും. വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കും. വന്നു കഴിയുമ്പം ആദ്യം കുറെ ശകാരമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആഹാരം കഴിച്ച് തീരുന്നവരെ അങ്ങനെ കൂടെയിരിക്കും. ഞങ്ങൾ ഉറക്കം പിടിച്ച ശേഷമേ അമ്മ ഉറങ്ങും. ആ അമ്മയോട് ന്യായമായൊരു കാര്യത്തിനാണെങ്കിലും ഞാനൊന്ന് വഴക്കിട്ടത്. പോലും ഉറക്കാൻ പറ്റില്ല. എന്നാ പിന്നെ അമ്മയോട് മാപ്പ് പറഞ്ഞ് അങ്ങോട്ട് കയറി പൊക്കൂടെ? അയ്യടാ, എന്റെ പട്ടി പോവും. അതൊന്നും ശരിയാവത്തില്ല. വാശിയുള്ള അമ്മയുടെ മോൻ തന്നെയാ ഞാനും. അവന്റെ വാശി അവന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല. ആ, ഇന്നത്തെ ദിവസത്തെ ഉറക്കം പോയി, അത് സാരമില്ല. എന്റെ സ്വപ്നങ്ങളാ എന്റെ 3 മക്കള്. അവരെന്നെ കരയിപ്പിക്കട്ടെ. ഞാൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് ദൈവം കാണുന്നുണ്ട്. മതി, എനിക്കത് മതി. രാജലക്ഷ്മി, നീ വിഷമിക്കരുത്. നിന്റെ കണ്ണീരൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല. ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. വേണ്ട, കൈമലായിട്ട് പോവണ്ട. അവനെ എന്റെ തനിപ്പകർപ്പാ, വരില്ല. ഞാൻ ചെന്നാ കരഞ്ഞുകൊണ്ട് അവൻ എന്റെ പിറകെ വരും. എനിക്ക് സൗകര്യമില്ല അവന്റെ കാല് പിടിക്കാൻ. ഇന്ദ്രേച്ചി, ഇന്ദ്രേച്ചി, ഇന്ദ്രേച്ചിയെ. ആ, നീയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.